മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യജീവികൾ കാടിറങ്ങിയതോടെ ജീവനും കയ്യിൽ പിടിച്ച് കഴിയുകയാണ് മലയോരവാസികൾ. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്താക്രമണത്തിൽ ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ പ്രദേശത്ത് പകൽ സമയത്തും കാട്ടുപോത്തുകൾ ഇറങ്ങി തുടങ്ങി. 5 മണിക്കൂറാണ് ഡിഎഫ്ഒ താമസം. പുനലൂർ, പത്തനാപുരം, കുളത്തൂപ്പുഴ മേഖലകളിലാണ് വന്യജീവികൾ ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഇരയാണ് കഴിഞ്ഞയാഴ്ച കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ താമസക്കാരനായിരുന്ന KM ബഷീർ. ബഷീറിന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ അഞ്ചൽ കളംകുന്ന് ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ അയ്യൻപിള്ള വളവിന് സമീപത്ത് വെച്ചാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. ബഷീർ തലക്ഷണം മരിച്ചു. ഈ സംഭവത്തോടെ മലയോരവാസികൾ പൂർണ്ണമായും ഭയപ്പാടിലായിരിക്കുകയാണ്. ചിതറയിൽ ഓയിൽ പാം എസ്റ്റേറ്റിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി എത്തിയതോടെ തൊഴിലാളികളും ഭീതിയിലായി. ആന, പുലി, പന്നി, കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണം പ്രദേശത്ത് ആവർത്തിക്കുകയാണ്. 12 മണിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കകത്ത് വെച്ച് ആന വന്ന് ഇറങ്ങി നമ്മളെ മുറ്റത്തെ പ്ലാവിൻ്റെ മൂട്ടിലാണ് വന്നത്. അവിടെ നിന്ന് ഒരല്പം കൂടെ ഒരു 10 അടി 15 അടി അകലേ ഉള്ളൂ പിന്നെ വീട്ടിനകത്ത് കയറാൻ. ആ കണക്കിനൊക്കെ വന്ന് നിന്നു. അതിനെ അടിച്ചാലും വരട്ടിയാലും അത് പോകുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം മെനക്കെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഒരുങ്ങിയപ്പോഴാണ് ആന ഒരു പരുവത്തിനെ കാട്ടി കയറിപ്പോയപ്പോൾ നമ്മൾ കരുതി അതങ്ങ് പോകുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നമ്മൾ കിടന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ആന തിരിച്ചു വന്നു. പേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴി തന്നെ പേടിച്ച് നമുക്ക് വരാൻ പറ്റും. മക്കളെ തന്നെ റോഡിൽ പോയിട്ട് അല്ലെങ്കിൽ പഠിത്തത്തിന് വിദ്യാഭ്യാസത്തിന് അവരെ ജോലിക്ക് പോയിട്ട് തന്നെ വരുമ്പോൾ 6-7 മണിക്ക് മുമ്പ് വീട്ടിൽ വരാനാണ് പറയണം നമ്മൾ. അതെല്ലാം നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച കറവൂരിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലി കർഷകന്റെ ആടിനെ കടിച്ചുകൊണ്ടുപോയി. പുലി ഇറങ്ങുന്നത് പതിവായതോടെ വളർത്തുമൃഗങ്ങളെ പുറത്തിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. വനമേഖലയോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ എത്തി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് നശിപ്പിക്കുന്നത്. പുനലൂർ, പത്തനാപുരം ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെയും പുലിയുടെയും സാന്നിധ്യം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.